ഹാപ്പി ക്രിസ്മസ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ഈ ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഒരാളെ കൂടി നമുക്കിന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും ഇതിനകം തന്നെ പരിചിതനായ ആളാണ്. ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഭാരത കത്തോലിക്ക സഭയ്ക്ക് ഒരു ക്രിസ്മസ് സമ്മാനം ലഭിച്ച വർഷം കൂടിയാണ്, ക്രിസ്മസ് കൂടിയാണ്. ഒരു കർദിനാളിനെ കൂടി ഭാരത കത്തോലിക്ക സഭയ്ക്ക് ഇത്തവണ കിട്ടുകയാണ്. മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനൊപ്പമാണ് ഇത്തവണത്തെ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. പാവങ്ങളുടെ കണ്ണുനീരിന് സ്വർഗം തുറക്കാനുള്ള ശക്തിയുണ്ട്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും നല്ല വാചകമായി എനിക്ക് തോന്നിയതാണ്. ഇത് പറഞ്ഞ ആളാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കൊപ്പം ചേരുന്നത് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. നമസ്കാരം പിതാവേ. ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹാപ്പി ക്രിസ്മസ് ആണല്ലേ? ഈ ക്രിസ്മസിന് കർദിനാൾ പദവിയിലേക്ക് എത്തുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഈ ക്രിസ്മസ് ഞാനൊരു കർദിനാളായിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നതെന്ന്? ഈ ക്രിസ്മസ് അല്ല, ഒരു ക്രിസ്മസും ഇതുപോലെ കർദിനാളായിട്ട് ആഘോഷിക്കാമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. വലിയൊരു ദൈവത്തിൻ്റെ ദാനവും ദൈവനിശ്ചയവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം. വത്തിക്കാനിൽ നിന്ന് ആ ഒരു പ്രഖ്യാപനം വരുമ്പോൾ അത് ശരിക്കും മലയാളികൾക്ക് വലിയൊരു അഭിമാനമാണ്. സഭയുടെ ഒരു രാജകുമാരൻ പദവിയിലേക്ക് നേരിട്ട് വരികയാണ്. ആർച്ച് ബിഷപ്പായി അങ്ങനെ ഒരു ഇവിടെ കേരളത്തിലേക്ക് തുടർച്ചയായി പ്രവർത്തനം അനുഷ്ഠിച്ച് അങ്ങനെ വരുന്നതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രതീക്ഷിത എൻട്രി എന്നും പറയാം അല്ലേ? അങ്ങനെയും പറയാം. കാരണം വത്തിക്കാൻ്റെ നയതന്ത്ര കാര്യാലയത്തിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് എന്നെയും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് അയച്ചത്. അപ്പം അതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആദ്യം നമ്മൾ ആദ്യത്തെ 2 വർഷം പ്രൊബേഷണറി പീരീഡാണ്. അതിനുശേഷം പെർമനൻ്റ് ആക്കും. പിന്നീട് നമ്മുടെ മറ്റ് എംബസികളുള്ളതുപോലെ തന്നെ 3rd സെക്രട്ടറി, 2nd സെക്രട്ടറി, 1st സെക്രട്ടറി, 2nd കൗൺസിലർ, 1st കൗൺസിലർ, അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ പ്രൊമോഷനുകൾ നമുക്കുണ്ട് സഭാ സംവിധാനത്തിലും. അതിനുശേഷം ഏതാനും വർഷങ്ങളുടെ പരിചയസമ്പത്തിൻ്റെയും പൊതുവായിട്ടുള്ള വിലയിരുത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ വത്തിക്കാൻ്റെ അംബാസഡർ, അപ്പസ്തോലിക നുൻഷ്യോമാരെന്നാണ് അറിയപ്പെടുന്നത്. അപ്രകാരമുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നേരിട്ട് കർദിനാളാക്കുക എന്നുള്ളത് അത് സ്വർഗത്തിൽ നിന്ന് മാത്രം തീരുമാനിക്കാൻ പറ്റുള്ളതായിരിക്കും. അതുകൊണ്ടാണ് വത്തിക്കാനിൽ തന്നെ സഭയുടെ ഒരു സ്വീകരണമായിരുന്നു. അതിൽ പറഞ്ഞാണ് പാവങ്ങളുടെ കണ്ണുനീരിന് സ്വർഗം തുറക്കാൻ ശക്തിയുണ്ട്. ആ നിമിഷത്തിൽ അങ്ങനെ പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? ഞാൻ സാധാരണ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നു. സാധാരണ കഴിവുകളെ എനിക്കുള്ളൂ. നമ്മൾ സ്വാഭാവികമായിട്ടും പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചിരുന്നത്. അപ്പോൾ അതിന് എനിക്കൊരു ഉത്തരവില്ല. ഞാൻ ഉത്തരം കണ്ടെത്തുന്നത് എളിയ രീതിയിൽ ഞാൻ ചെയ്ത ശുശ്രൂഷകളുടെ ഫലമനുഭവിച്ചവരുടെ കണ്ണുനീര്. ഞാൻ കണ്ണുനീര് വിശ്വസിക്കുന്നു. കാരണം കണ്ണുനീര്, നമ്മൾ അനീതിയുടെ കണ്ണുനീര് വീണ കുടുംബങ്ങളും സ്ഥലങ്ങളും നശിച്ചു പോയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്മ ചെയ്യുമ്പോൾ സ്നേഹത്തോടെ ഒഴുക്കുന്ന കണ്ണുനീരിന് അനുഗ്രഹിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഹൗസിലാണ്. ഇവിടെയുണ്ടൊരു പ്രത്യേകത അല്ലേ? മെത്രാൻ അല്ലാത്ത ഒരു വൈദികൻ നേരിട്ട് കർദിനാളാകുന്നത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ എൻ്റെ അറിവ് പരിമിതമാണ്. പക്ഷെ അധികം കേട്ടിട്ടില്ല. അങ്ങനെ സംഭവിക്കുന്നത് ഒരു അപൂർവതയല്ലേ? അങ്ങ് കർദിനാളായതിനു ശേഷമാണ് മെത്രാൻ പദവിയിലേക്ക് വരുന്നത്. അത് ശരിയാണ്, പറഞ്ഞത് അപൂർവമാണ്. പക്ഷേ മിക്കവാറും തന്നെ നീണ്ട വർഷങ്ങൾ തിരുസഭയ്ക്ക് സ്തുത്യർഹമായിട്ടുള്ള സേവനം ചെയ്ത വലിയ ദൈവശാസ്ത്രജ്ഞർ, അല്ലെങ്കിൽ അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തവർ, അങ്ങനെ സഭയുടെ വിവിധ മേഖലകളിൽ വളരെ വ്യത്യസ്തവും സുദീർഘവുമായ ശുശ്രൂഷ ചെയ്തവർ പ്രത്യേകമായിട്ട് അങ്ങനെ കർദിനാളാക്കുന്ന പതിവ് ഉണ്ട്. 70-80 വയസ്സിടയ്ക്ക് പ്രായമുള്ളവരെ ആക്കുന്ന ഒരു പതിവ് അവിടെ അത്രയും ആയിട്ടില്ല, ജസ്റ്റ് 50 ആയിട്ടേ ഉള്ളൂ. അങ്ങനെയൊന്നും കർദിനാൾപ്പെട്ട കിട്ടാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ചുറ്റുമുള്ള മനുഷ്യരുടെ പ്രാർത്ഥന അത് അനുകൂലമായിട്ട് ഭവിച്ചു. എനിക്കുണ്ടായിട്ടുള്ള വ്യക്തിപരമായ അനുഭവം എന്ന് പറഞ്ഞാൽ SB കോളേജ് ശരിക്കും നമുക്കൊരു ദിശ തെളിച്ചു തരുന്ന ഒരു ക്യാമ്പസ് ആയിരുന്നു. കർദിനാളിൻ്റെ ഒരു ഓർമ്മയിൽ എങ്ങനെയാണ് മാമൂടിൽ നിന്ന് തുടങ്ങി, അതായത് ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് വത്തിക്കാൻ വരെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ചിന്തനം ചെയ്യുമ്പോഴത്തേക്ക്
ദൈവം നമ്മളെ ചെറുപ്പത്തിലെ ഒരുക്കുന്നത് പോലെ തോന്നും. ആ സമയത്ത് ഇവിടെ സ്കൂൾ ഓഫ് അവർ ലേഡി എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ റൂബി നഗറിൽ ഒരു സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം. അപ്പം അന്ന് എന്തുകൊണ്ടാണ് അവരെന്നെ വിടുന്നത് അറിയത്തില്ല, ചെറുപ്പത്തിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എൻ്റെ അമ്മാവന്മാർ കൊണ്ടുപോയി എന്നെ അവിടെ ആക്കി പഠിപ്പിക്കുമായിരുന്നു. അതിനുശേഷം ക്രിസ്ത്യോദി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്, ചെത്തിപ്പുഴ. ആ സമയത്ത് ക്രിസ്ത്യോദി സ്കൂളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. അന്ന് നമുക്ക് നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് അതെല്ലാം ഇവിടെ എത്തുക എന്നുള്ളതിലേക്ക്. അതെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് എന്നെ ഒത്തിരിയേറെ സഹായിച്ചു. അതിൽ ഈ നമ്മൾ എപ്പോഴും വൈദിക വൃത്തിയിലേക്ക് പോകുമ്പോൾ സ്വയം തോന്നി, അതായത് എനിക്ക് പുരോഹിതനാകണം എന്ന് തോന്നി ആ ഒരു ദൈവവിളിയോടെ പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാർ നേർച്ചയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. കർദിനാളിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു? പിതാവിന് സ്വയമേ തോന്നിയിരുന്നോ? എൻ്റെ അമ്മാവൻ CMI സഭ വൈദികനാണെന്ന് ഞാൻ പറഞ്ഞു, ഫാദർ തോമസ് കല്ലുകളം CMI. അതുപോലെ തന്നെ എൻ്റെ വല്യമ്മയുടെ സഹോദരൻ ഫാദർ തോമസ് മണലേൽ, അച്ഛന് മലങ്കര സഭയിൽ ബത്തേരി രൂപതയിൽ ജോലി ചെയ്ത വൈദികനാണ്. അങ്ങനെ ഞാൻ ഈ അമ്മ വീട്ടിൽ നിന്നുകൊണ്ട് ചെറുപ്പം മുതലേ വൈദികരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതത്തോട് അവരുടെ സാക്ഷ്യങ്ങളോട് ഒരു താല്പര്യം നമുക്ക് ചെറുപ്പത്തിലേ ഉണ്ട്. പക്ഷേ വിവാഹ ജീവിതവും എനിക്ക് സന്തോഷമായിരുന്നു, ഈ ജീവിതവും സന്തോഷമായി. ഇപ്പം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാവണം എന്നതിനെപ്പറ്റി ഒരു ഉറപ്പില്ലായിരുന്നതുകൊണ്ട് ഞാൻ തുടർന്ന് പഠിക്കുന്ന അവസ്ഥ എപ്പോഴും ഉള്ളിൽ ഉണ്ടായിരുന്നൊരാഗ്രഹം ഒരു വൈദികനായി മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു യുവത്വത്തിലുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അപ്പോഴേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമുക്കൊരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ എന്ന് പറയുന്നതും പരിപൂർണമായിട്ട് കുടുംബത്തിന് വേണ്ടി. അതാണ്. അതേസമയം നമ്മൾ സഭയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും പരിപൂർണമായിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് പരിപൂർണമായി സംലഭ്യനാകാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു തീരുമാനം ഉള്ളിൽ വന്നതുകൊണ്ടാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മൈനർ സെമിനാരിയിൽ, അപ്പോഴും നമ്മൾ സെമിനാരിൽ കയറുമ്പോൾ ഇതാണ് നമ്മുടെ വഴി എന്ന് മനസ്സിലാക്കാനും തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സെമിനാരി കാലഘട്ടത്തിലും കയറുന്നത്. അത് മുമ്പ് പറഞ്ഞ പോലെ നേർന്നൊക്കെ വിടുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഈ ജീവിതത്തിൽ എത്തിപ്പെടുക എളുപ്പമല്ല. കാരണം അതും സെമിനാരി കാലഘട്ടത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് സെമിനാരിയിൽ വന്നത് എന്നതിൻ്റെ ആ ഉദ്ദേശ ശുദ്ധീകരണം നടത്തി പരിപൂർണ്ണ ബോധ്യത്തോടെ ഇത് നമ്മുടെ ജീവിതമാണ്, നമ്മൾ പരിപൂർണ്ണമായിട്ട് കൊടുത്തെങ്കിൽ അത് സന്തോഷം, നമ്മുടെ സമർപ്പണമാണ്, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതിൽ സന്തോഷമാണോ അന്നെടുത്ത തീരുമാനം? ഞാൻ 50 വയസ്സ് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന 51ാമത്തെ വയസ്സിൽ കർദിനാളാകുന്നു. ഈ ഒരു പ്രായത്തിൽ ഈ ഒരു പദവിയിലേക്ക് എത്തുക, അതും സഭയുടെ രാജകുമാരനായി മാറുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അന്നത്തെ ആ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ശരിയാണ് എന്ന് തെളിയിക്കപ്പെടുകയല്ലേ ക്രിസ്മസ് കാലത്ത്? തീർച്ചയായിട്ടും നമ്മുടെ എളിയ തിരഞ്ഞെടുപ്പുകൾ ജീവിതാനുഭവങ്ങളിലൂടെ പക്വത പകർന്നത് ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു എന്നുള്ളതിനും കൂടെ തെളിവാണ് ഇപ്പോൾ ഈ ഒരു ശുശ്രൂഷയിലേക്കുള്ള വിളി. ഇവിടെ ഈ നമ്മളിപ്പോൾ ആർച്ച് ബിഷപ്പ് ഹൗസിലാണെന്ന് ഞാൻ പറഞ്ഞു പ്രേക്ഷകരോട്. ഇവിടേക്ക്, അതായത് കേരളത്തിലേക്കൊക്കെ വരുന്നത് എപ്പോഴായിരുന്നു? വത്തിക്കാനിലേക്ക് പോയി അവിടെ ചുമതലകൾ ഏറ്റെടുത്തതിന് ശേഷം സാധാരണഗതിയിൽ എപ്പോഴും അങ്ങനെ നാട്ടിലേക്ക് വരുന്നതൊന്നും നടക്കില്ലല്ലോ. അതായത് പൗരപിതാവാണ് എന്നെ ആദ്യമായിട്ട് റോമിലേക്ക് പഠനത്തിന് വേണ്ടി ഒരു സെമിനാരിക്കാരനായിട്ട് 1999 അയക്കുന്നത്. ഇപ്പോൾ 25 വർഷമാവുന്നു. അതെ. അപ്പോൾ 51 വയസ്സുള്ള ഞാൻ 25 വർഷം ഇവിടെയും 26 വർഷം ഇവിടെ, 25 വർഷം റോമിലും. ശരിക്കും വിദേശിയാണ്. പക്ഷേ എനിക്ക് മലയാള ഭാഷയും അതുപോലെ തന്നെ നമ്മുടെ നാടും എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. കാരണം അതൊരു എന്നോടുള്ള ഒരു സ്നേഹം എപ്പോഴും ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു വിദേശിയാണെന്ന് തോന്നാറില്ല. പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഓരോ 3 വർഷത്തിൽ വരെ നാട്ടിൽ വന്നുകൊണ്ടിരുന്നത്. വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിൽ കയറുമ്പോൾ നമ്മളൊരു ശുശ്രൂഷയാണ്. അതേസമയം ഒരു ജോലിയുടെ ഒരു സ്ട്രക്ചർ അതിനുള്ളത് കൊണ്ട് എല്ലാ വർഷവും അവധിക്ക് വരാം. നമുക്കൊരു വർഷം വരുന്നതിന് ഉള്ള അതിനുള്ള ടിക്കറ്റും മറ്റെല്ലാം നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കും. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും? വരാനായിട്ട് കൂടുതൽ സാധിക്കുമായിരിക്കും, പക്ഷേ ദൈർഘ്യം കുറയുമായിരിക്കും. കാരണം റോമിലാണ് ചുമതല ഇപ്പോഴത്തെ അനുസരിച്ച്. അത് ഞങ്ങൾക്ക് മിസ് ചെയ്യും.
കർദിനാൾ മാർ ജോർജ് കൂവക്കാടിനൊപ്പമാണ് നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. പിതാവേ, ഈ വത്തിക്കാനിൽ ആയിരിക്കുമ്പോൾ, അതായത് 25 വർഷം കേരളത്തിന് പുറത്താണ് ജീവിച്ചത്, 26 വർഷം തനിമലയാളിയായി. അപ്പം കേരളത്തെ വല്ലപ്പോഴും മാത്രം കാണുന്ന ഒരു അവസരമായിരുന്നു ഈ വർഷങ്ങളിലെല്ലാം. ഇനി ഇങ്ങോട്ട് വരുന്നതിന് ഫ്രീക്വൻസി കുറയുകയും ചെയ്യും. അപ്പോൾ ഭക്ഷണം എങ്ങനെയാണ്? ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മളൊരു ക്രിസ്മസ് ഫീസ്റ്റ് എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. സാധാരണഗതിയിൽ നാട്ടിൽ വരുമ്പോൾ നാടൻ ഭക്ഷണം, പ്രത്യേകിച്ച് പുറത്ത് ജീവിക്കുമ്പോൾ അതിനോട് കൂടുതൽ താല്പര്യവും കൂടുതൽ സന്തോഷവും തോന്നാറുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ 25 വർഷം പുറത്തായിരുന്ന നല്ല ഭാഗവും ഇറ്റാലിയൻ രീതിയിലുള്ള ഭക്ഷണം ആണ്. വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ 2006 മുതൽ അൾജീരിയ 3 വർഷം, പിന്നെ ദക്ഷിണ കൊറിയ, പിന്നെ ഇറാൻ, കോസ്റ്ററിക്ക, വെനസ്വേല, ഇങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളിലാണ് ജോലി ചെയ്തത്. അപ്പോൾ എങ്കിലും അടിസ്ഥാന ഭാവമായിട്ട് വത്തിക്കാൻ്റെ എംബസികളിൽ ഇറ്റാലിയൻ ഭക്ഷണമാണുള്ളത്. അപ്പോൾ ഇറ്റാലിയൻ പാസ്ത ആയിരിക്കും. ഇറ്റാലിയൻ പാസ്തയാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ, കേരളത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് കഴിക്കാനായിട്ടുള്ള എങ്ങനെ അതിനുള്ള സൗകര്യം ഒരുക്കുമോ, അതോ ഇവിടെ വന്നു കഴിയുമ്പോൾ മറ്റ്? ഇല്ല, ഇവിടെ വരുമ്പം കഴിവതും നമ്മുടെ ഭക്ഷണം ആസ്വദിക്കാനാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ കഴിക്കാൻ പോണേ? ഇന്നിപ്പം ഇവിടെ രാവിലെ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സാണല്ലോ തുടക്കം. കാരണം ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഈ ജോലിയുടെയും ഉത്തരവാദിത്തത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഇപ്പോൾ ഈ നമുക്ക് എന്തെങ്കിലും എക്സർസൈസ് ചെയ്യാനുള്ളൊരു അവസരം കുറഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധിക്കാവുന്ന ഭക്ഷണമെങ്കിലും ഉള്ളൂ, കുറച്ചെങ്കിലും. അപ്പോൾ അതുകൊണ്ട് കഴിവതും ഭക്ഷണത്തിൽ നമ്മൾ കുറച്ചൊക്കെ മധുര ക്രമീകരണമാണോ? ഭക്ഷണ ക്രമീകരണമാണ് ഉണ്ട്. അപ്പൊ തുടങ്ങുന്നത് ഓട്സിലാണ്. കർദിനാളിനൊപ്പം ആദ്യമായിട്ടോ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. ചെയ്യുന്നത് എന്തൊക്കെ ഉണ്ടാകും? ചിക്കൻ എങ്ങനെയാ? പെപ്പർ ചിക്കൻ ആണോ? കൂടുതലും നമ്മുടെ ഗ്രേവിയുള്ള പാലപ്പത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന ചിക്കൻ കറി. ഇതൊക്കെ പ്രേക്ഷകർക്ക് ഒരു പുതിയ അറിവായിരിക്കും. അപ്പോൾ നമുക്ക് കുക്കിങ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അപ്പോൾ നമുക്ക് മറ്റുള്ളവരുണ്ടാക്കുന്ന ഭക്ഷണത്തെ വിലമതിക്കാൻ പറ്റും. അമ്മയ്ക്ക് എന്താണ് ജോലി ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൽ നമ്മൾ വളരെ നാളുകൾ നമ്മൾ ജീവിച്ചു. പക്ഷേ സത്യത്തിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അമ്മയും സഹോദരിമാരും, അത് ശരിക്കും വീട്ടമ്മയ്ക്ക് ശമ്പളം കൊടുക്കേണ്ടതാണ്. അതെ, സത്യത്തിൽ അവർക്ക് അവർക്കുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതാണ്. അത് മക്കൾ ശ്രദ്ധിക്കണം. ജോലിയുള്ള അപ്പൻ അത് ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാന. ശരിക്കും നമുക്ക് ഏത് രീതിയിലാണ് ഇപ്പോൾ ക്രൈസ്തവർക്കിടയിലാണെങ്കിൽ തന്നെ കുറച്ചുകൂടി ഒരു ബോണ്ടിങ് ശക്തമാക്കേണ്ടതിനൊരു ആവശ്യം തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ പള്ളിത്തർക്കം അതൊക്കെ കാണുമ്പോഴേക്കും എന്താ തോന്നുക? വേറെ സഭകളാണെങ്കിൽ പോലും തർക്കങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. തർക്കങ്ങൾ എപ്പോഴും ചില കാര്യങ്ങൾ വ്യക്തമാക്കാനൊക്കെ നമുക്ക് സാധിക്കും. ബന്ധമുള്ളതും കൊണ്ടാണ് തർക്കിക്കുന്നതും കൂടെ ചിന്തിച്ചു. പക്ഷെ അത് നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കാൻ പാടില്ല. അതാണ് ഒരേ വിശ്വാസമാണെന്നുള്ളത് ചിലപ്പോഴെങ്കിലും ഈ തർക്കത്തിനിടെ മറന്നു പോകും. അത് തന്നെ. അതെല്ലാ തർക്കങ്ങളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിട്ടുകൊടുത്ത കുടുംബത്തിൻ്റെ ബന്ധമാണല്ലോ അതിനും മേലെ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുർബാന തർക്കം ഈ ഇങ്ങനെയാണ് അൾത്താരയ്ക്ക് അഭിമുഖമായിട്ടാണോ ജനാഭിമുഖമായിട്ടാണോ വേണ്ടത്, അതൊക്കെ വരുമ്പോഴേക്കും വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളിലേക്ക് പോവുകയാണ്. ഞാനൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഞാനതിനെ കാണുന്നത്. അതായത് ഒരു കുടുംബത്തിലുള്ള പോലെയുള്ള ചില അഭിപ്രായ വ്യത്യാസവും ചില പിടിവാശികളും ഒക്കെ നമ്മുടെ കുടുംബജീവിതത്തിലുമുണ്ട്. എന്ന് പറഞ്ഞ പോലുള്ള സഭാ കുടുംബത്തിൽ ഇപ്രകാരമുള്ള എല്ലാവരും വിശ്വസിക്കുന്നത് തങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ്. പക്ഷെ അവിടെ ചില അവസരങ്ങളിലെങ്കിലും മറ്റ് മാനുഷികമായിട്ടുള്ള വികാരങ്ങൾ നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, അവൻ എന്ത് പറയാൻ ചെയ്യത്തില്ല, അല്ല ആ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കത്തേയും എന്ന് പറയുന്ന ഒരു തീരുമാനം വന്നു കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ബന്ധം മുറിക്കാനുള്ള ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നത് ഒരു വിശ്വാസത്തിനും ചേരുന്നതല്ല. നമ്മൾ എല്ലാം രമ്യതയിലേക്കും പിന്നെ അതിനൊരു സമയത്ത് അങ്ങനെയുള്ള വാശിയും പിടിവാശിയും കഴിഞ്ഞിട്ട് പിന്നീട് കുറേ വർഷങ്ങളെടുത്ത് രമ്യതയിലേക്ക് വരുന്ന അനുഭവങ്ങൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ആവശ്യമില്ലാത്ത കടുംപിടുത്തമാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയം തീർച്ചയായിട്ടും വരും. ഇപ്പോൾ സിനഡ് തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക, അതിനപ്പുറം വേറൊരു ഉപാധി നമ്മുടെ മുന്നിലില്ലല്ലോ നിലവിൽ.
ഒരു അത് സാവധാനം വരും. അത് കാരണം ഇത് എനിക്ക് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരുണ്ട്. ഈ നമ്മുടെ ഈ കുർബാന തർക്കമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അവരെല്ലാം ആഗ്രഹവും ഞാൻ അവരുമായിട്ട് നിരന്തര സമ്പർക്കത്തിലുണ്ട്. അവരെല്ലാം ആഗ്രഹവും നല്ലത് സമാധാനത്തിൽ. ഈ ക്രിസ്മസ് കാലത്ത് നമുക്കപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ഇതൊക്കെ രമ്യമായി പരിഗണിക്കപ്പെടും. തീർച്ചയായിട്ടും തന്നെ പരിഹരിക്കപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തിരുന്നാണ് സംസാരിക്കുന്നത്. ഇവിടെയുള്ള എല്ലായിടത്തും നമ്മളിപ്പോൾ പോയി കഴിഞ്ഞു. പിതാവേ, ഈ കർദിനാൾ എന്നുള്ള വാക്ക് വരുന്നത് തന്നെ കാർദോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. വിജാഗിരി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ദിനത്തിൽ യേശു ക്രിസ്തുവിലേക്ക് എത്തുക, ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുക എന്ന് വിശ്വാസികളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ ക്രിസ്തുവിലേക്കുള്ള ഒരു കവാടമായ മാർപ്പാപ്പയുടെ ശുശ്രൂഷകരിൽ ഒരാളാണ് അങ്ങ്. അപ്പോൾ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കാൻ സഭാമക്കളോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? വിജാഗിരി എന്ന് ഉള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ വിശ്വാസമനുസരിച്ച് ക്രിസ്തുവാകുന്ന വിജാഗിരിയാണ് നമ്മൾ. കാരണം കതകിനെ പിടിച്ചു നിർത്തുന്ന വിജാഗിരിയാണല്ലോ. അപ്പോൾ ആ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം, ക്രിസ്തുവിൽ കേന്ദ്രീകൃതം, കതകിനെ പിടിച്ചു നിർത്തുന്ന പോലെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നത് ആ ഈശോയിലെ ഉള്ള അടിയുറച്ച വിശ്വാസവും ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കാനുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടവും പ്രത്യേകമായ രീതിയിൽ എന്തുമാത്രം നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുന്നു, ഈശോയാകുന്ന ആ വിജാഗിരിയിൽ മുറുകെ പിടിക്കുന്നു എന്ന വിചിന്തനം ചെയ്യാനുള്ളൊരവസരമാണ്. നിലവിൽ ഇപ്പോൾ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭരണാധികാരികളിൽ നിന്നൊക്കെ സഭയ്ക്ക് കിട്ടുന്ന ഒരു പിന്തുണ എത്രത്തോളം വലുതാണ്? അങ്ങയുടെ സ്ഥാനാരോപണത്തിലൊക്കെ വലിയ സന്തോഷമാണ് പ്രധാനമന്ത്രി അടക്കം പ്രകടിപ്പിച്ച് കണ്ടത്. ഇന്ത്യയുടെ നേട്ടം എന്ന രീതിയിലാണ് അദ്ദേഹം അതിനോട് ആദ്യത്തെ പ്രതികരണം അതായിരുന്നു. സ്ഥാനാരോപണത്തിൻ്റെ പ്രഖ്യാപനം വരുന്ന വേളയിൽ തന്നെ എത്രത്തോളം ഒരു പിന്തുണ സഭയ്ക്ക് കിട്ടുന്നുണ്ട്? എൻ്റെ ശുശ്രൂഷ ശരിക്കും തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും മതവും രാഷ്ട്രീയവും അങ്ങനെയൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ ഒന്നാണ് എന്ന രീതിയിൽ, ഞങ്ങളുടെ ഒരു മകനാണ് എന്ന രീതിയിൽ എല്ലാ ഭരണാധികാരികളും, അതിന് ഞാൻ പ്രത്യേകമായിട്ട് രാഷ്ട്രപതിയോടും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയോടും, പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഒരു ഉന്നതതല സംഘത്തെ തന്നെ വത്തിക്കാനിലേക്ക് അയച്ചു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അങ്ങനെ എല്ലാവരും തന്നെ ഒരുമയോടുകൂടി ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഭാരതീയരെന്ന നിലയിൽ ഒരു അഭിമാനം ഉണ്ടാകുന്നു. അതെ, അഭിമാനത്തോടുകൂടി. അത് വത്തിക്കാനിലും അതിൻ്റെ അകത്ത് വലിയൊരു കാര്യം, എൻ്റെ സഹപ്രവർത്തകർ വത്തിക്കാനുള്ളവരും അത്ഭുതപ്പെടുത്തി. ഇത്രയും ഊഷ്മളമായിട്ടുള്ള, ശരിക്കും നമ്മുടെ സംസ്കാരം അതാണ്. നമ്മൾ മാർപ്പാപ്പയെ നമ്മളിപ്പോഴും ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ അങ്ങ് മാർപ്പാപ്പയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹവുമായിട്ടുള്ള ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു മുഹൂർത്തം എന്താണ്? ഏറ്റവും മാർപ്പാപ്പ നമുക്ക് ഒരുപാട് വിഷയങ്ങളിൽ നല്ല രീതിയിൽ അഭിപ്രായം പറയുന്ന, അതെല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ കഴിയുന്ന, പ്രായോഗിക ബുദ്ധിയിൽ ഊന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് എൻ്റെ വ്യക്തിപരമായ എളിയ അഭിപ്രായം. അങ്ങേക്ക് അടുത്ത് നിന്ന് കാണുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രകാശനമായി തോന്നിയിട്ടുള്ളത്? ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവരുടെ പരിപാടികൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ ധാരാളം ജനക്കൂട്ടം വന്നെത്താറുണ്ട്. യാത്രകൾ ഒരുക്കുമ്പോൾ അവിടെ വത്തിക്കാനിലും എല്ലാം. ഞാൻ പിതാവിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിതാവ് ജനക്കൂട്ടത്തെ അല്ല കാണുന്നത്, അതിൽ ഏറ്റവും ദുർബലനായിട്ടുള്ള, അതിൽ ഏറ്റവും സഹായം അർഹിക്കുന്ന ഒരു കുഞ്ഞാകാം, അതല്ലെങ്കിൽ വീൽ ചെയറിലിരിക്കുന്ന ഒരു രോഗിയാകാം, അതല്ലെങ്കിൽ വികൃതമായ മുഖമുള്ള ഒരു വ്യക്തിയാകാം. അപ്പോൾ അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും വേദനിക്കുന്നവരും നമ്മൾ മാറ്റി നിർത്തുന്നവരും ആണ് പിതാവ് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത്. പിതാവിൻ്റെ കണ്ണുകൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ പാർശ്വത്തോടെ ചേർത്ത് നിർത്തുകയാണ്, ചേർത്ത് നിർത്തുന്നത്. ആ ഒരു ഇടയൻ്റെ കണ്ണ് അത് ഞാൻ അടുത്ത് നിന്ന് ദർശിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സാധാരണക്കാരനായി എന്നെ തിരഞ്ഞെടുത്തതും പിതാവിൻ്റെ ആ കണ്ണുകൾ തന്നെയാകാം. ആ കണ്ണ് പതിഞ്ഞതാണ്. മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകത കൊണ്ടാകാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരെല്ലാ മതവിശ്വാസികളിലും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വളരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു ആശയം തന്നെ ആയിരിക്കുമോ പിതാവിൻ്റെയും മുന്നോട്ടുള്ള പോക്കിനെ നയിക്കുക? സ്നേഹമാണ് എൻ്റെ മതം, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ രാഷ്ട്രീയം. നമ്മുടെ
ജീവിതാനുഭവത്തിൽ നിന്ന് നമ്മുടെ ആധ്യാത്മിക അനുഭവത്തിനെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സ്നേഹത്തിലൂടെയും സമാധാനത്തിലൂടെയും മാത്രമേ നമുക്ക് ഇന്നത്തെ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ സമാധാനത്തെ നമ്മൾ പൊതുവായിട്ട് പറയുമെങ്കിലും നമ്മൾക്ക് വ്യക്തിപരമായിട്ട് പല അവസരങ്ങളിലും നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിലും ഒക്കെയുള്ള പെരുമാറ്റം ചിലപ്പം ധാർഷ്ട്യത്തിൻ്റെയും പല അവസരങ്ങളിലും പൊതുമുതൽ നശിപ്പിക്കുന്ന സമരങ്ങൾ, അതൊക്കെ ഒരു സങ്കടമായിട്ട് തോന്നാറുണ്ട്. കാരണം ഞാൻ വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്തപ്പോഴൊക്കെ മിക്കവാറും രാജ്യങ്ങളിലൊക്കെ തന്നെയും സമരം ചെയ്യുന്നത് ഒരിക്കലും പൊതുമുതൽ നശിപ്പിക്കാറില്ല. നമ്മൾ സമാധാനകാംക്ഷികളാണ് ഉള്ളിലെങ്കിലും നമുക്ക് പൊതുമുതലിനെ നശിപ്പിക്കുന്നതിന് ഒരു മനുഷ്യനില്ല. മറ്റു രാജ്യങ്ങളിലും രാഷ്ട്രീയമുണ്ട്, തെരഞ്ഞെടുപ്പുകളുണ്ട്, പക്ഷേ ഇതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ അതെന്താണെന്നുള്ളത് നമ്മൾ ആധ്യാത്മിക മനുഷ്യരാണ് പൊതുവില്ലേ, നമ്മുടെ ഭാരതീയര് പൊതുവില്ലുണ്ട്. പക്ഷെ നമുക്ക് എന്തോ അങ്ങനെ ഒരു കാര്യത്തിൽ പ്രായോഗിക ജീവിതത്തിൽ അത് കുടുംബങ്ങൾക്കുള്ളിലും ആ ഒരു ആദരവ് കുറച്ചുകൂടെ വരണമെന്നൊരു എളിയ വികാരം എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ പൊതുവിൽ ശാന്തരാണ്, പുറത്തൊക്കെ കുറച്ചുകൂടെ ശാന്തത നമ്മുടെ സ്നേഹബന്ധങ്ങളിലുണ്ട്. പക്ഷേ ചിലപ്പോൾ വീടിനുള്ളിലൊക്കെ ആ ഒരു ശാന്തത കാത്ത് സംരക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥാവിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് യഥാർത്ഥമായിട്ടുള്ള നന്മ നമുക്ക് വരുത്താൻ സ്നേഹവും സമാധാനത്തെ സാധിക്കും. പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെയും പശ്ചാത്തലത്തിൽ എൻ്റെയും ആഗ്രഹവും ആശംസയും അത് തന്നെയാണ്. എന്തായാലും റിപ്പോർട്ടറിനൊപ്പം ഈ ക്രിസ്മസ് ചെലവഴിക്കാനായിട്ട് അങ്ങ് കർദിനാളായതിനു ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. അത് ഞങ്ങൾക്കൊപ്പം ചെലവഴിക്കാൻ അനുവദിച്ചതിന് ഒരുപാട് നന്ദി. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടാണ്. അതിൻ്റെ പിന്നിൽ ധാരാളം ബുദ്ധിമുട്ടുകളും കുടുംബജീവൻ നയിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ലെന്നറിയാം. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ക്രിസ്മസിൽ പറയാറുണ്ട്, മാലാഖമാർ ആലപിച്ച സമാധാന ഗീതം ലോകത്തിന് മുഴുവൻ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പം നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ഇതുപോലെ ലോകത്തിന് മുഴുവൻ സത്യത്തിൻ്റെ ആ സന്ദേശം, സ്നേഹത്തിൻ്റെ സന്ദേശം പകർത്താൻ നിങ്ങളുടെ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ കാലഘട്ടം സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആകട്ടെ, നല്ലൊരു പുതുവർഷവും ആയിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.